In order to understand the difference between phonology and phonetics, first you have to understand the difference between language and speech. At times we think of language as being the same as speech in common context. But in the context of linguistics, we have to understand the difference between what you call language and what you call speech. When we speak of language, we are talking about an abstract system. Language is an abstract system. It consists of several units, the smallest unit being a speech sound. And there are distinctive rules in language according to which these speech sounds are to be connected to form words, and the words are to be connected to form sentences. And this abstract system consisting of units and rules is called language. Then what is speech? Speech is actually the application of language. You can say that speech is the physical manifestation of the units and rules which underlie language. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. സൗണ്ട്സ്, അതുപോലെ തന്നെ സൗണ്ട്സ് കമ്പൈൻ ചെയ്യാനുള്ള റൂൾസ്, സൗണ്ട്സ് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന വേർഡ്സ് കമ്പൈൻ ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ള റൂൾസ്, ഇതൊക്കെ ലാംഗ്വേജിൻ്റെ ഭാഗമാണ്. ഇതൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ലാംഗ്വേജിൽ ഒരുപാട് സൗണ്ട് യൂണിറ്റ്സും അത് കമ്പൈൻ ചെയ്യാനുള്ള റൂൾസും നമുക്കുണ്ട്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്പൈൻ ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ സ്പീച്ച് എന്ന് പറയുന്നത്. സ്പീച്ച് മാത്രമല്ല, ലാംഗ്വേജിൻ്റെ ഔട്ട്പുട്ടായിട്ട് റൈറ്റിങ്ങും ഉണ്ടാവാം, അതും ലാംഗ്വേജിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ സ്പീച്ച് ഈസ് ജസ്റ്റ് വൺ ഫോം ഇൻ വിച്ച് ദ സിസ്റ്റം ഓഫ് ലാംഗ്വേജസ് അപ്ലൈഡ് ഇൻ എവറിഡേ യൂസ്. ലാംഗ്വേജ് എന്ന് പറയുന്ന സിസ്റ്റം എവറിഡേ യൂസിന് അപ്ലൈ ചെയ്ത് വരുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫൊണോളജിയും ഫൊണറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ, ഫൊണോളജി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിലെ സ്പീച്ച് സൗണ്ട്സും അത് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ റൂൾസിനെയുമാണ് നമ്മൾ ഫൊണോളജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു വേർഡിൻ്റെ ഫൈനൽ പൊസിഷനിൽ വരുന്ന റ എന്ന് പറയുന്ന സൗണ്ട്, ആർ എന്ന ലെറ്റർ നമ്മൾ കാണുമ്പോഴത്തേക്കും അത് റ എന്ന് പറയുന്ന സൗണ്ട് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു വേർഡിൻ്റെ ഫൈനൽ പൊസിഷനിൽ വരുമ്പോൾ ഈ റ എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറില്ല. RIVER, റിവർ അല്ല, ഇറ്റ് ഇസ് റിവർ എന്ന് നമുക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള സൗണ്ട്സിനെ സംബന്ധിച്ച ചില റൂൾസ് ലാംഗ്വേജിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. അങ്ങനെയുള്ള റൂൾസിനെയാണ് നമ്മൾ ഫൊണോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ങ എന്ന് പറയുന്ന സൗണ്ട് ഇംഗ്ലീഷിലുണ്ട്, പക്ഷേ there are no words that begin with the sound ങ. ങ എന്ന് പറയുന്ന സൗണ്ട് ഒരു വാക്കിൻ്റെയും ഇനിഷ്യൽ പൊസിഷനിൽ വരില്ല എന്നുള്ളത് ഇംഗ്ലീഷിൻ്റെ സൗണ്ട്സിനെ സംബന്ധിച്ച ഒരു റൂളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൗണ്ട്സിനെ സംബന്ധിച്ച റൂൾസ് ആണ് നമ്മൾ ഫൊണോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ പഠിക്കുന്നത്. അപ്പോൾ ഫൊണറ്റിക്സ് എന്താണ്? ഫൊണറ്റിക്സ് as very much different from phonology, it is the study of the actual production of speech sounds. എങ്ങനെയാണ് നമ്മൾ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, നമ്മൾ ഓർഗൻസ് ഓഫ് സ്പീച്ചാണ് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ലങ്സിൽ നിന്ന് വരുന്ന എയർ ആണ് യൂസ് ചെയ്യുന്നത്. ആ എയർ വായിലേക്ക് വരുന്നു, കുറച്ച് ഭാഗം എയർ ചിലപ്പോൾ നേസൽ പാസേജിലൂടെ പോകുന്നു, വായിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ടങ്, റൂഫ് ഓഫ് ദ മൗത്ത്, ടീത്ത്, ഇങ്ങനെയൊക്കെയുള്ള സ്പീച്ച് ഓർഗൻസ് ഉപയോഗിച്ച് നമ്മൾ ഈ എയറിനെ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫൊണറ്റിക്സിൽ വി ആർ കൺസേൺഡ് വിത്ത് മെയിൻലി വിത്ത് ദി ആർട്ടിക്കുലേഷൻ. ഈ ഒരു സ്പീച്ച് പ്രൊഡക്ഷന് നമ്മൾ പറയുന്ന ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ആർട്ടിക്കുലേഷൻ ആണ്. അപ്പോൾ ഈ സ്പീച്ച് സൗണ്ട്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ, നമ്മുടെ നാവിൻ്റെ ഏത് ഭാഗം ഉപയോഗിച്ചാണ് നമ്മളൊരു പെർട്ടിക്കുലർ സ്പീച്ച് സൗണ്ട് പറയുന്നത്? നമ്മൾ ഒരു സൗണ്ട് പറയുമ്പോൾ നമ്മുടെ നാക്ക് എത്രത്തോളമാണ് നമ്മുടെ മൗത്തിൻ്റെ റൂഫിലേക്ക് അടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല ഫിസിക്കൽ മെഷേഴ്സ് വെച്ചുകൊണ്ട് സ്പീച്ച് സൗണ്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ആ സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്ന സ്റ്റഡിയാണ് ഫൊണറ്റിക്സ്.
ഇപ്പോൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫൊണോളജി എന്ന് പറയുന്നത് സൗണ്ട്സ് ലാംഗ്വേജിൽ കമ്പൈൻ ചെയ്യുന്നത് ഏതൊക്കെ പാറ്റേണിലാണ് എന്നൊക്കെ പറയുന്ന റൂൾസിനെയാണ് ഫൊണോളജി എന്ന് പറയുന്നത്. ഫൊണറ്റിക്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ സ്പീച്ച് സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റഡിയെയാണ് നമ്മൾ ഫൊണറ്റിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൊണോളജി ആൻഡ് phonetics.